ഹിജാബ് വിവാദത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് മാറ്റം വർഗീയത കുത്തിയിളക്കാൻ ലക്ഷ്യമിട്ടെന്ന വിമർശനം ശക്തം. ഡ്രസ് കോഡ് പാലിക്കണമെന്ന് നേരത്തെ പറഞ്ഞ മന്ത്രിയാണ് ശിരോവസ്ത്രം മതവിശ്വാസത്തിന്റെ ഭാഗമെന്ന് തിരുത്തി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത്. സ്കൂളിലെ നിയമം പാലിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് മന്ത്രിയുടെ ഇടപെടൽ. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ സ്ഥാപനത്തിന്റെ വസ്ത്രധാരണ രീതി പാലിക്കാമെന്നും സമ്മതിച്ചിരുന്നു. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് പ്രജിത് മോഹൻ തുടരുന്നുണ്ട്. പ്രജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കിയതാണ്. കുട്ടികൾ യൂണിഫോം കൃത്യമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയതാണ്. ഒപ്പം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ സ്കൂൾ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. ഞങ്ങൾ സ്കൂൾ യൂണിഫോം അനുസരിക്കാമെന്ന ഉറപ്പ് നൽകിയതാണ്. ഏതായാലും കുട്ടി തിങ്കളാഴ്ച മുതൽ സ്കൂളിലേക്ക് വരികയും ചെയ്യും. ഇതിനിടയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രംഗപ്രവേശം, നിലപാട് മാറ്റം. എന്താണ് ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ, പ്രജിത്ത്? ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ വിവാദമുണ്ടാകുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ എല്ലാവരും കുറച്ച് ജാഗ്രത പാലിക്കണമായിരുന്നു. സ്കൂൾ അധികൃതരടക്കമുള്ളവർ കുറച്ച് ജാഗ്രത പാലിക്കണമായിരുന്നു. പക്ഷേ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോമിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂൾ ആ കോഡുകളെ വിദ്യാർത്ഥികൾ പാലിക്കാൻ തയ്യാറാണ്. ഡ്രസ് കോഡ് പാലിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണം. അതുപോലെ തന്നെ യൂണിഫോമിനെ മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമൊന്നും പാടില്ല തുടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് മണിക്കൂറുകൾക്കുള്ളിൽ യു ടേൺ അടിച്ചത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതും ഈ ഡ്രസ് കോഡ് വിവാദവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അടക്കം ഇടപെട്ട് സ്കൂളിലെ ഡ്രസ് കോഡ് അംഗീകരിക്കാൻ വിദ്യാർത്ഥികൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. അതിന് പിന്നാലെ ഈ പറയുന്ന രീതിയിൽ വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളും സ്കൂൾ അധികൃതരും തമ്മിൽ ഒരു സമവായത്തിലെത്തുകയും സ്കൂളിൻ്റെ ഡ്രസ് കോഡ് പാലിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ അതിന് അങ്ങനെ ഒരു പരസ്യമായി അവർ രക്ഷിതാക്കൾ മാധ്യമങ്ങളെ കണ്ട് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം നിലനിൽക്കുകയാണ് വൈകുന്നേരം, അതായത് ഈ വിവാദം ഏതാണ്ട് കെട്ടടങ്ങിയെന്ന് എല്ലാവരും കരുതിയിരുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഈ സ്കൂളിൽ നടന്നത് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്, ഇനി ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങളെ ലംഘിക്കുന്നതാണ് തുടങ്ങിയിട്ടുള്ള രീതിയിൽ, വിദ്യാഭ്യാസ അവകാശ നിയമത്തെ ലംഘിക്കുന്നതാണ് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങളുമായി എത്തുന്നു. പെൺകുട്ടിക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശം അത് ഉറപ്പുവരുത്തണം. അത് ഇന്ന് രാവിലെ ഈ 15-ാം തീയതി പറയുന്ന ഇന്ന് രാവിലെ 11 മണിക്ക് മുൻപ് ഇത് വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളെ അറിയിച്ച് ഈ കുട്ടിക്ക് സ്കൂളിന് ഏത് രീതിയിലുള്ള ഹിജാബാണോ ധരിക്കേണ്ടത് അതിൻ്റെ നിറവും മോഡലുമൊക്കെ സ്കൂളിന് തീരുമാനിക്കാം. പക്ഷേ പെൺകുട്ടി ഹിജാബ് ധരിച്ചേ പറ്റൂ. അത് വേണ്ട എന്ന് രക്ഷിതാക്കളും മാതാപിതാക്കളും തന്നെ പറഞ്ഞു എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതിനു ശേഷമാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് എന്തായാലും ആ കുട്ടി സ്കൂളിൽ വരുന്നത് ഹിജാബ് ധരിച്ച് മാത്രം മതി എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നത്. അത് 11 മണിക്ക് മുൻപ് നടപ്പിലാക്കണമെന്നും പറയുന്നു. സ്വാഭാവികമായി ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയം, വളരെ സമവായത്തിൽ ആദ്യഘട്ടത്തിൽ SDP പോലുള്ള ഭീകര സംഘടനകൾ അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള സംഘടനകൾ ഈ വിഷയം ഏറ്റെടുത്ത് അതിനൊരു വേറെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് ഇതിൽ കോടതി ഇടപെടൽ ഉണ്ടാകുന്നതും പിന്നീട് ആ മാതാപിതാക്കൾ പോലും ഇതിന് വഴങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്നാൽ അപ്പോഴും ഈ മുറുമുറുപ്പുണ്ടായിരുന്ന ഇത്തരം ചില സംഘടനകൾക്കും ഇത്തരം ചില ഭീകര നിലപാടുള്ള അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള ആളുകൾക്കുമൊക്കെ ആയിരുന്നു. പക്ഷേ അവർ പോലും നിശബ്ദതയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി രണ്ടാമത് വന്ന് ഇത് മതസ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ പറയുന്ന അത്തരം സംഘടനകൾ അത്തരം ആളുകൾ ആവർത്തിക്കുന്ന നിലപാടുകൾ ഫേസ്ബുക്ക് പോസ്റ്റായി കൊണ്ടുവന്ന് ഇത്തരം ഒരു വിഷയം, അതായത് തണുത്തുപോയ വിഷയം, സമവായത്തിൽ അവസാനിച്ചൊരു വിഷയം, അതിനെ വീണ്ടും കുത്തിയിളക്കി ഒരു വർഗീയ മുതലെടുപ്പിനുള്ളൊരു അവസരമൊരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. എന്തായാലും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ നിലപാടിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അഭിഭാഷകരടക്കമുള്ള രംഗത്ത് വന്നു. മന്ത്രി ശ്രമിക്കുന്നത് വർഗീയത കുത്തിയിളക്കാനാണെന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിവിധ ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പല ആളുകളുമൊക്കെ ഈ വിഷയത്തിൽ മന്ത്രിയുടെ ഈ നിലപാടിനെതിരെ, മന്ത്രിയുടെ ഈ വർഗീയത കുത്തിയിളക്കാൻ സഹായിക്കുന്ന ഈ പുതിയ നിലപാടിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായി വന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ മന്ത്രി സ്വീകരിച്ച നിലപാടല്ല രണ്ടാമത്തെ ഘട്ടത്തിൽ മന്ത്രി സ്വീകരിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ സ്വീകരിക്കാനിടയായ ഒരു സാഹചര്യം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി CPM സ്വീകരിക്കുന്ന ചില സമീപനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ CA വിരുദ്ധ സമരം, അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, പല ഹമാസ് അനുകൂല സമരങ്ങൾ, ഇതിലൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാടിന് അത്തരം സംഘടനകളോട്, അത്തരം തീവ്ര നിലപാടുകാരോട് അനുകൂലമായി നിലനിൽക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് രണ്ടാമത്തെ നിലപാടിലൂടെ ഈ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എത്തി എന്നുള്ളത്. അത് CPM കഴിഞ്ഞ കുറേ കാലമായി സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ചേർന്ന് നിൽക്കുന്നതുമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം,
സമവായത്തിലെത്തി അവസാനിച്ചൊരു വിഷയം SDP പോലെയുള്ള ഭീകര സംഘടനകൾക്കും തീവ്ര നിലപാടുകാർക്കുമൊക്കെ മുതലെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും വളർത്തിവിട്ടതാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉണ്ടായിട്ടുള്ള ഏക ഗുണം എന്നുള്ളതാണ്. ആ രക്ഷിതാക്കളും ഒക്കെ ഈ പറയുന്ന രീതിയിൽ സ്കൂളിൻ്റെ നയത്തോടൊപ്പം നിലപാടിനൊപ്പം ചേർന്ന് നിൽക്കാനും ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനും മുതിർന്നപ്പോൾ ആ കോടതി ലക്ഷ്യമെന്ന് പോലും നമുക്ക് വിലയിരുത്താവുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ടാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എത്തിയത്. അത് തീവ്ര നിലപാടുകാരെ സഹായിക്കാൻ, അവർക്ക് ഈ രീതിയിലുള്ള വർഗീയ വിഷം കുത്തിയിളക്കി വിടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി അല്ലെങ്കിൽ ഒരു ഇടപെടലായി ഈ നിലപാട് മാറ്റം നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ഹൈക്കോടതി കൃത്യമായ നിരീക്ഷണം ഈ വിഷയത്തിൽ നടത്തിയതാണ്. ഹൈക്കോടതി എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു. സ്കൂൾ തുറന്ന് പ്രവർത്തിക്കണം. നമുക്കറിയാം, ഈ വിഷയമുണ്ടായപ്പോൾ സ്കൂളിന് പുറത്തു നിന്ന് ആളുകൾ എത്തി അവിടെ സ്കൂളിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഈ സ്കൂൾ 2 ദിവസത്തേക്ക് അടച്ചിടാൻ തീരുമാനിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ വിഷയം ഹൈക്കോടതിയിലേക്ക് എത്തുന്നത് പോലും. ഹൈക്കോടതി പോലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിരീക്ഷണം പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണമെങ്കിൽ ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കുകയായിരുന്നു പ്രജിത്ത്. അദ്ദേഹം പറയുന്നുണ്ട്, സ്കൂൾ ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം, അതിനൊരു ഡെഡ് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മാനസിക അവസ്ഥയൊക്കെ അദ്ദേഹം പരിഗണിച്ചിട്ടാണ് പോസ്റ്റ് എന്ന് പറയുന്നു. അവർ തന്നെയാണ് ഇന്നലെ ഈ വിഷയത്തിൽ ഒരു തിരുത്തുമായി എത്തിയതും, അതായത് സ്കൂൾ മാനേജ്മെന്റിനോട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നതും കൃത്യമായി യൂണിഫോം എല്ലാവരും പാലിക്കേണ്ടതാണ് എന്നുള്ള ഒരു നിലപാടൊക്കെ സ്വീകരിക്കുന്നത്. പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ എല്ലാം സമവായത്തിൽ കലാശിച്ചതിന് ശേഷം, നല്ല രീതിയിൽ അവസാനിച്ചതിന് ശേഷം ശിവൻകുട്ടിക്ക് എന്താണ് ഇത്ര നിർബന്ധം? ഈ വിഷയം ഒന്ന് ആളിക്കത്തിക്കണമെന്ന് തോന്നിപ്പോകുന്നു പ്രജിത്ത്. സ്വാഭാവികമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയം അതുമാത്രമാണ്. കാരണം തണുത്തുപോയൊരു വിഷയം, അല്ലെങ്കിൽ ഒരു വിധത്തിൽ അത് സമവായത്തിൽ അവസാനിച്ചൊരു വിഷയം, അതിനെ വീണ്ടും കുത്തിപ്പൊക്കി, അതിന് വീണ്ടും ഒരു വർഗീയ മുതലെടുപ്പ്. കാരണം അദ്ദേഹം അതിൽ എടുത്ത് ആവർത്തിച്ച് പറയുകയാണ്, അതിൽ മതസ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമുണ്ട്, മതാചാരത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, മതവിശ്വാസത്തിൻ്റെ പ്രശ്നമുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഈ മതപരമായിട്ടുള്ളൊരു വിഷയം അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതും ഹൈക്കോടതി അടക്കം ഈ സ്കൂളിലെ ഡ്രസ് കോഡാണ് വിദ്യാർത്ഥികൾ പാലിക്കേണ്ടത്, അതിനുള്ള ബാധ്യത വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് കർശനമായി നിരീക്ഷണം നടത്തിയ ശേഷമാണ് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി അതും തിടുക്കപ്പെട്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ സ്കൂളിനെയൊക്കെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തങ്ങൾ മതവിശ്വാസം സംരക്ഷിക്കാൻ സർക്കാർ ഏത് നിലവരെയും പോകും എന്നുള്ള ഒരു സന്ദേശമൊക്കെ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ ചില മതവിഭാഗങ്ങളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കാൻ തങ്ങൾ ഏത് അറ്റം വരെയും പോകും എന്നുള്ളൊരു ധ്വനിയൊക്കെ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി മന്ത്രി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ്. അത് വൈകി വന്നൊരു വിവേകമല്ല, അതിന് പ്രത്യേകിച്ച് ആസൂത്രണം ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം മന്ത്രി അത്തരമൊരു നിലപാടിലേക്ക് പോകുന്നതിനുണ്ടായ കാരണം, ഈ വിഷയം കെട്ടുപോയാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ട ആളുകൾ, അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ മുന്നോട്ട് വന്ന ആളുകൾ, കോടതിയുടെയൊക്കെ ഒരു ഇടപെടൽ, അതുകൊണ്ടാണ് ഈ വിഷയം പരിഹരിക്കപ്പെട്ടത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു തങ്ങളുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അറിയാതെ ഈ വിഷയം അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട എന്നുള്ളൊരു സാഹചര്യമാണോ അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നയിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ത് തന്നെയായാലും ശരി, അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് ഉണ്ടാക്കുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അത് വളരെ ഗുരുതരമാണ്. പ്രത്യേകിച്ച് ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട ആ സ്കൂളിലെ പ്രോട്ടോക്കോൾ, ആ സ്കൂളിലെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആ സ്കൂളിലെ വിദ്യാർത്ഥികൾ എല്ലാവരും പാലിക്കേണ്ട, ഒരുമയുടെ ഭാഗമായി പാലിക്കേണ്ട ഡ്രസ് കോഡ്, ആ ഡ്രസ് കോഡ് നടപ്പിലാക്കാൻ, ആ ഡ്രസ് കോഡുമായി മുന്നോട്ട് പോകാൻ എല്ലാവരും അംഗീകരിക്കുന്ന, ഇനിയിപ്പോൾ തർക്കങ്ങൾ ഉന്നയിച്ചവരൊക്കെ അവിടെ നിൽക്കട്ടെ, അവർക്ക് ആ ഘട്ടത്തിൽ അവരുടെ ചില വാദങ്ങളുണ്ടായിരിക്കാം, പക്ഷേ ആ വാദങ്ങളൊക്കെ അവർ പിന്നീട് സ്കൂൾ അധികൃതർ പറയുന്നതാണ്, അല്ലെങ്കിൽ കോടതി പറയുന്നതാണ് ശരിയെന്നുള്ള രീതിയിലേക്ക് അംഗീകരിച്ച് വന്ന സമയത്ത് അത് വീണ്ടും തിരുത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന, അതിന് നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തണമെന്ന് പ്രേരിപ്പിക്കുന്ന, നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് അത് വീണ്ടും ആ നിലപാടിനെ അംഗീകരിക്കരുത്, സ്കൂൾ അധികൃതർ പറയുന്ന ആ എല്ലാവർക്കും ഒരേ യൂണിഫോം എന്നുള്ള ആ ഒരു രീതി അംഗീകരിക്കരുത് എന്നുള്ള ചിന്ത ഈ പറയുന്ന കുട്ടിയുടെ മാതാപിതാക്കളുടെ മുകളിലും ഒക്കെ തോന്നിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ളൊരു സമ്മർദ്ദം അവരിലേക്ക് വരാനുള്ളൊരു സാഹചര്യമൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് സൃഷ്ടിക്കാം. സ്വാഭാവികമായും അവർക്ക് മുകളിൽ ഈ പറയുന്ന SDP പോലെയുള്ള തീവ്ര സംഘടനകളുടെയൊക്കെ സമ്മർദ്ദവും ഇനി തുടർന്നു. കാരണം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുകയാണ്, ഇത് മതവിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളും ആ നിലപാട് ആവർത്തിച്ചുകൊണ്ട് മുൻപ് സ്വീകരിച്ച നിലപാടിൽ നിന്ന്, മുൻപ് സ്വീകരിച്ച ഈ ഹിജാബ് വേണ്ട, പകരം സ്കൂളിൽ ഡ്രസ് കോഡ് മതി എന്നുള്ള സമീപനത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്നൊക്കെ അവരുടെ മുകളിൽ ഇനി സമ്മർദ്ദം ചെലുത്താം. സ്വാഭാവികമായും ഇപ്പോൾ അണഞ്ഞുപോയൊരു വിഷയം അത് ആ കുട്ടികളുടെ വിവാദത്തിലാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് മാറ്റം
വന്നിരിക്കുന്നത്. വർഗീയത കുത്തിയിളക്കാനാണ് മന്ത്രി ലക്ഷ്യമിടുന്നത് എന്ന വിമർശനം ശക്തമാണ്. അദ്ദേഹം ഫേസ്ബുക്കിലാണ് ഇത് സംബന്ധിച്ച ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടത്. അതും ഈ വിഷയമെല്ലാം അവസാനിച്ചതിന് ശേഷം എന്തായാലും അദ്ദേഹത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രജിത് മോഹനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.